മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാ. ആരാണ് അബൂ ഹനീഫ റഹിമഹുല്ലാ? കർമ്മശാസ്ത്ര രംഗത്തെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അല്ലേ? മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഉസ്താദായ ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഉസ്താദാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അവിടുത്തെ കാലഘട്ടത്തിൽ പ്രഗത്ഭനായിട്ടില്ല, വലിയ അറിയപ്പെട്ടിട്ടൊന്നുമില്ല, സാധാരണ പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ അബൂ ഹനീഫ റഹിമഹുല്ലാ ഇറാഖിലെ കൂഫയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സഹോദരിമാര് മനസ്സിലാക്കണം, സഹോദരങ്ങൾ മനസ്സിലാക്കണം, വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ എന്തിനാണ് ഈ അഹ്ലുസ് സുന്ന എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. കൂഫയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെടുകയാണ് അബൂ ഹനീഫ റഹിമഹുല്ലാ. മഹാനവറുകൾ പുറപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണാം. എന്താ അവിടുന്ന് പ്രാർത്ഥിക്കുന്നതെന്നറിയുമോ? ഈ ഒരു ഹജ്ജിന്റെ അവസരത്തിൽ ഒരു സാലിഹായ മനുഷ്യനോട് സഹവസിക്കാനും കൂടെ കൂടാനും അല്ലാഹുവേ എനിക്ക് നീ അവസരം നൽകണമേ. ഈ ഹജ്ജില് എനിക്കൊരു നല്ല മനുഷ്യന്റെ കൂടെ കഴിഞ്ഞുകൂടണം, നല്ല മനുഷ്യന്റെ കൂടെ സഹവസിക്കണം. അങ്ങനെ ദുആ ചെയ്തു. അങ്ങനെ മക്കയിലെത്തിയപ്പോ അവിടുന്ന് വിവരം കിട്ടിയ അബൂ ഹനീഫ റഹിമഹുല്ലക്ക് അന്നത്തെ താബിഉകളിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, കർമ്മശാസ്ത്ര പണ്ഡിതൻ. ഹദീസുകളെ കുറിച്ച് അവഗാഹമായി ഇൽമുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അതാ ഇബ്നു അബീ റബാഹ് എന്നാണ് റഹിമഹുല്ല ആ പണ്ഡിതന്റെ പേര്. അബൂ ഹനീഫ റഹിമഹുല്ല അറിഞ്ഞു ഈ പ്രാവശ്യത്തെ ഹജ്ജിൽ അതാ ഇബ്നു അബീ റബാഹ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ വന്നിട്ടുണ്ട് എന്ന് അബൂ ഹനീഫ റഹിമഹുല്ല അറിയുകയാണ്. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു എവിടെയാണ് അതാ ഉള്ളത്. അന്വേഷിച്ചു ചെന്നപ്പോൾ അതാഇനെ കണ്ടുമുട്ടി. ഉടൻ തന്നെ ആ മഹാനായ പണ്ഡിതനോട് ചോദിക്കുകയാണ്, ഈ ഹജ്ജിൽ അവസാനിക്കുന്നത് വരെ അങ്ങയുടെ കൂടെ ഞാൻ സഹവസിക്കട്ടെയോ, അങ്ങയുടെ കൂടെ ഞാൻ കഴിയട്ടെയോ? അതാവ് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ശരി, നമ്മൾ കൂടെ കൂടിക്കോന്നല്ല. അതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മിമ്മൻ അൻത, നീ ഏത് വിഭാഗത്തിൽപ്പെട്ടയാളാണ്? നിന്റെ നിലപാട് എന്താണ്? നീ മുസ്ലിമാന്ന് പറഞ്ഞാ പോരാ, നീ ഏത് ടീമിൽപ്പെട്ടയാളാണ്? അതാഇന്റെ ചോദ്യമാണ്. ഏത് കാലത്താണ്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്ത് കഴിഞ്ഞു. ആ സഹാബത്ത് കഴിഞ്ഞിട്ട് താബിഉകളുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. 1500 കൊല്ലങ്ങൾ കഴിഞ്ഞു മഹാനായ മുത്തുനേതാവ് വിട പറഞ്ഞിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആശയം ഏതാണെന്ന് ശരിയായ നിലക്ക്, കൃത്യമായ നിലക്ക് വകതിരിച്ച് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാനാ പറയുന്നത്. അതാഇ ചോദിക്കുകയാണ്, മിമ്മൻ അൻത, നീ ഏത് ടീമിൽപ്പെട്ടയാളാണ്? നിന്റെ നിലപാട് ഏതാണ്? മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ല വിശദീകരിച്ചു കൊടുക്കുകയാണ്, നിലപാട് പറയുകയാണ്. അന മിമ്മൻ ലാ യസുബ്ബു സലഫ്. ഒന്നാമത്തെ നിലപാട് പറഞ്ഞു, ഞാൻ സഹാബിമാരെ ചീത്ത പറയുന്ന ആളല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഖവാരിജോ ഷിയത്തോ ഷീ കക്ഷികളിൽപ്പെട്ട ആളോ ഒന്നുമല്ല. സഹാബത്തിനെ ഞാൻ ചീത്ത പറയില്ല, അൽ ജമാഅ അംഗീകരിക്കുന്ന അയാളാണ്. രണ്ടാമത് അവിടുന്ന് പറയാണ്, വയുമിനു ബിൽ ഖദരി, ഞാൻ ഖദറിനെ നിഷേധിക്കുന്നയാളല്ല, ഞാൻ ഖദരിയ വിഭാഗത്തിൽപ്പെട്ടയാളുമല്ല. എന്നിട്ട് അദ്ദേഹം മൂന്നാമത് പറയുന്നു, വലാ യുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലതി ബിദംബിൻ, ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ മുസ്ലിമീങ്ങളിൽ ഒരാളെയും കാഫിറാക്കുന്ന വിഭാഗത്തിൽപ്പെട്ടയാളുമല്ല ഞാൻ. അതുകൊണ്ട് ഈ പിഴച്ച കക്ഷികളിലൊന്നും ഞാൻ പെട്ടിട്ടില്ല. ഇതാണ് എൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ മഹാനായ അതാ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ പറയുകയാണ്, അറഫ്തു, എനിക്ക് മനസ്സിലായി, ഫൽസം, നീ ഹജ്ജ് അവസാനിക്കുന്നത് വരെ എൻ്റെ കൂടെ കൂടിക്കോ. അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഏത് മുസ്ലിമാണ്, എന്താണ് നിന്റെ നിലപാട്, അത് കൃത്യമായ നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പേര് വെച്ചത്. അപ്പോ അന്നത്തെ കാലത്ത് തന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ ഒരു ചോദ്യമുണ്ടായിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. ഇന്ന് നോക്കൂ, നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ഒരു ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കക്ഷികളൊക്കെ പറയുന്നത് എന്താ? ഞങ്ങളാണ് അഹ്ലുസ് സുന്ന, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുകയും അള്ളാഹുവിന്റെ റസൂലിനോ അവിടുത്തെ അനുചരന്മാർക്കോ ഉത്തമ തലമുറക്കാർക്കോ പരിചയമില്ലാത്ത, അവര് പഠിപ്പിക്കാത്ത, ദീനിലില്ലാത്ത ഒരുപാട് വിശ്വാസ ആചാരങ്ങൾ കൊണ്ട് നടന്നിട്ട് ചില ആളുകൾ പറയുകയാണ്, ഞങ്ങളും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്, ഞങ്ങളും അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളാണ്. തിരിച്ചറിയോ? തിരിച്ചറിയോ? ഇല്ലേ? നിങ്ങൾ പറയും തിരിച്ചറിയൂല.
ഇങ്ങനെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരള ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ ചെന്നിട്ട് നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ അഹ്ലുസുന്നയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ശരിയായ നിലപാടിന്റെ ആളാണെന്ന്. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ എന്താ? എല്ലാവരും സംഘടന ഉണ്ടാക്കുക, എന്നിട്ട് ഓരോ സംഘടനക്കാരും പറയുന്നത് എന്താ? ഞങ്ങൾ അഹ്ലുസുന്നയാണ്. ഇവിടെയാണ് എൻ്റെ ഉമ്മ പെങ്ങന്മാരെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദീനേത്, അവിടുത്തെ അനുചരന്മാര് പഠിപ്പിച്ചാൽ ജമാ അവരുടെ നിലപാടില്ലേ, ആ സ്വഹാബത്തിന്റെ നിലപാടേത് എന്ന് പരിശോധിക്കുകയും അത് കൃത്യമായ നിലക്ക് തിരിച്ചറിഞ്ഞ് മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത